നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സമകാലീന ബ്രസീലിയൻ ഫുട്ബോളിൽ നെയ്മർ ജൂനിയറുടെ സ്ഥാനം എന്താണ് എന്ന് ആരെയും പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. 2010 മുതൽ ബ്രസീലിയൻ ദേശീയ ടീമിൽ നെയ്മർ ജൂനിയർ ഉണ്ട്. 1.5 പതിറ്റാണ്ടിനോടടുക്കുന്നു. നെയ്മർക്ക് ശേഷം അത്രയും മികവ് കാണിച്ച, അത്രത്തോളം പ്രശസ്തിയിലേക്ക് ഉയർന്ന, അത്രത്തോളം പ്രതിഭാധനൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മറ്റൊരു ബ്രസീലിയൻ താരം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. പരിക്ക് വേട്ടയാടി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നതൊക്കെ ശരിയാണ്. പക്ഷേ പൂർണ്ണ ഫിറ്റായ നെയ്മറെ തടയാൻ ലോകത്തൊരു ഡിഫൻസിനും കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ബ്രസീലിയൻ ഫുട്ബോൾ ആരാധകർക്ക് അറിയാം, നെയ്മർ ഉണ്ടെങ്കിൽ അവരുടെ ടീമിൻ്റെ കളിയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവാറുള്ളത് എന്ന്. നെയ്മർ ഉണ്ടെങ്കിലുള്ളൊരു ആത്മവിശ്വാസം എന്താണ് എന്നുള്ളത്. ഏത് നിമിഷവും ഒരു മാജിക്കൽ പെർഫോമൻസ് നടത്തി എതിരാളികളുടെ വലയിലേക്ക് പന്തെത്തിക്കാം. അതാണ് നെയ്മർ. അദ്ദേഹത്തിൻ്റെ ചിറകിലേറി തന്നെയാണ് കഴിഞ്ഞ 10-14 കൊല്ലക്കാലമായിട്ട് ബ്രസീലിൽ കളിച്ചിട്ടുള്ളത്. എക്സെപ്ഷൻ പറയാനുള്ളത് 2019 കോപ്പ അമേരിക്ക മാത്രമാണ്. നെയ്മർ ഇല്ലാതെ അവിടെ ടിറ്റെ ടീമിനെ കിരീടത്തിലേക്ക് കൊണ്ടുപോയിരുന്നു. മറ്റെല്ലായ്പ്പോഴും നെയ്മറെ ആശ്രയിച്ചാണ് ബ്രസീൽ മുന്നോട്ട് പോയത്. അധികം കിരീടങ്ങളൊന്നും ഈ കാലഘട്ടങ്ങളിൽ ബ്രസീൽ നേടിയിട്ടില്ല എന്നുള്ളത് മറക്കുന്നില്ല. നെയ്മറെ സംബന്ധിച്ചിടത്തോളം ഒരു അന്താരാഷ്ട്ര കിരീടം എന്ന് പറയുന്നത് കോൺഫെഡറേഷൻസ് കപ്പാണ്. 2013 കോൺഫെഡറേഷൻസ് കപ്പ്. അതിപ്പം പലരും ആ കോൺഫെഡറേഷൻ കപ്പിനെയൊക്കെ വില കുറച്ച് കാണാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. സംഗതി അവിടെ നിന്നോട്ടെ. ഏതായാലും ഈ പറയുന്ന പോലെ കാനഡയും കോസ്റ്റാറിക്കയും ഒക്കെ കളിക്കുന്ന കോപ്പ അമേരിക്കയുണ്ടല്ലോ ഇപ്പോൾ നടക്കുന്ന, അതിനേക്കാൾ എന്തായാലും കോമ്പറ്റീറ്റീവായിരുന്നു ഓരോ കോണ്ടിനെന്റിലെയും ചാമ്പ്യന്മാർ കളിക്കുന്ന കോപ്പ അമേരിക്ക, കോൺഫെഡറേഷൻ കപ്പ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒടുവിൽ സ്പെയിനിനെയൊക്കെ ബ്രസീൽ എങ്ങനെയാണ് 2013 കോൺഫെഡറേഷൻ കപ്പിൽ നെയ്മർ ജൂനിയറുടെ മികവിൽ പരാജയപ്പെടുത്തി തകർത്ത് വിട്ടത് എന്നുള്ളത് ഒന്ന് ഓർത്താൽ നല്ലത്. സ്പെയിനിൻ്റെ ടിക്കി ടാക്കക്ക് വലിയൊരു അടി അവിടെ കിട്ടുകയായിരുന്നു. പിന്നെ കുറെ കാലമെടുത്തു സ്പെയിന് അവരുടെ പ്രതാപത്തിലേക്ക് മടങ്ങിയെത്താൻ എന്നുള്ളതും മറക്കാതിരിക്കാം. എന്തായാലും നെയ്മറുടെ ഒരു സ്വാധീനം ബ്രസീലിയൻ ഫുട്ബോൾ ടീമിൽ, ദേശീയ ടീമിൽ ഈ കാലം അത്രയും അവിടെ നിന്ന് അങ്ങോട്ടുള്ള നീണ്ട കാലം നമ്മൾ കണ്ടു. നെയ്മർക്കൊരു പിൻഗാമി, പരിക്ക് പറ്റി നെയ്മർ പുറത്തു പോകുമ്പോൾ നെയ്മർക്കൊരു പിൻഗാമി, അല്ലെങ്കിൽ നെയ്മർ ഫിറ്റായി നിൽക്കുമ്പോഴും അദ്ദേഹത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരാൾ. ബ്രസീൽ അതാണ് പരതിക്കൊണ്ടിരിക്കുന്നത്. ബ്രസീലിയൻ ഫുട്ബോൾ പ്രതിഭകളുടെ അക്ഷയപാത്രമാണ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും നെയ്മറോളം മികച്ചൊരു പ്ലെയറെ അവർക്ക് പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിരവധി പേര് വണ്ടർ കിഡ്സ് എന്ന പേരിൽ ഇങ്ങനെ വളർന്നു വരാറുണ്ട്. ഇപ്പം ആ രൂപത്തിൽ തന്നെയല്ലേ വിനിയും റോഡ്രിഗോയും ഒക്കെ വന്നത്. ക്ലബിൽ ഇവർ നന്നായിട്ട് കളിക്കുമ്പോഴും ബ്രസീലിയൻ ദേശീയ ടീമിൽ ആ മികവ് അവർക്ക് കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നെയ്മർക്ക് പകരം അവരാവില്ല എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ വണ്ടർ കിഡുമാരുടെ ഏറ്റവും പുതിയ ബാച്ചാണ്. ആ ഏറ്റവും പുതിയ ബാച്ച് നോക്കുമ്പോൾ എൻട്രിക്ക് ഓൾറെഡി കോപ്പ അമേരിക്കയിലൊക്കെ കളിച്ചു കഴിഞ്ഞു. അത്ര മികച്ച പ്രകടനമായിരുന്നില്ല. ചെറിയ പ്രായമാണ്. നമ്മളിപ്പോഴേ എൻട്രിക്കിനെ എഴുതി തള്ളേണ്ടതില്ല. നമ്മൾ പറയുന്നത് നെയ്മറുടെ പൊസിഷനിൽ കളിക്കുന്ന താരം പിൻഗാമി എന്ന അർത്ഥത്തിലല്ല. ബ്രസീലിയൻ ദേശീയ ടീമിനെ തോളിൽ ഏറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന താരം, അതിനെയാണ് അങ്ങനെയുള്ള താരത്തെയാണ് നമ്മൾ ഇവിടെ പിൻഗാമി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നെയ്മറുടെ പൊസിഷനിൽ കളിക്കുന്ന താരം എന്നുള്ളതല്ല. അപ്പോൾ എൻട്രിക്ക് ആ ഒരു നിലവാരത്തിലേക്ക് ബ്രസീലിനെ തൻ്റെ തോളിലെത്തി കൊണ്ടുപോകാൻ കെൽപ്പുള്ള മികവിലേക്ക് എത്തുമോ അതിനെയും കണ്ടറിയേണ്ടതാണ്. നിലവിൽ എന്തായാലും നെയ്മറോളം പ്രതിഭയുള്ള താരമാണ് എന്ന് പറയാൻ വയ്യ. പിന്നെ ഒരാൾ വിക്ടർ റോക്കായിരുന്നു. വിക്ടർ റോക്കിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. അദ്ദേഹം ബ്രസീലിയൻ ക്ലബ്ബിൽ അത്ലറ്റിക്കോ പാരനീസിൽ മികച്ച പ്രകടനം നടത്തി വന്നതാണ്. പക്ഷെ ബാഴ്സലോണയിൽ ആ മികവൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ബാഴ്സലോണ അദ്ദേഹത്തെ ആ രൂപത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതും നമ്മൾ കാണാതെ പോകരുത്. ചാവിയൊക്കെ പൊസിഷൻ മാറ്റി കളിപ്പിക്കുന്നു വിക്ടർ റോക്കിനെ. ഇപ്പോൾ അൻസി ഫ്ലിക്കും പലപ്പോഴും അങ്ങനെ കളിപ്പിക്കുന്നു. പക്ഷേ ഇപ്പോൾ 1-2 കളികളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലൊക്കെ സ്ട്രൈക്കറായിട്ട് തന്നെ അദ്ദേഹത്തെ ഇറക്കുന്നതും കാണുന്നുണ്ട്. ഇപ്പോൾ R9 മികവില്ലെങ്കിലും R9 ഒരു പകരക്കാരൻ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്ട്രൈക്കർ എന്നൊക്കെ പലരും വിക്ടർ റോക്കിനെ വിശേഷിപ്പിച്ചിരുന്നു. യൂറോപ്പിലെ ഈ പരിമിതമായ കാലഘട്ടത്തിൽ പ്രകടനം വെച്ച് നെയ്മറോളം മികവിൽ ടീമിനെ തോളിലെത്തി കൊണ്ടുപോകാൻ കെൽപ്പുള്ളൊരു താരമായി വിക്ടർ റോക്ക് വളരുമെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കാൻ വയ്യ. വിക്ടർ റോക്കിനായിട്ട് ബാഴ്സയിൽ നിന്ന് അദ്ദേഹത്തെ സ്വന്തമാക്കാനായിട്ട്
പല ക്ലബ്ബുകൾ രംഗത്തുണ്ട്. ഒരു ഇറ്റാലിയൻ ക്ലബ്ബിലേക്ക് അദ്ദേഹം ചേക്കേറിയേക്കുന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അൽ ഹിലാൽ താരത്തിനായിട്ട് 1-2 ശ്രമങ്ങൾ നടത്തി, പക്ഷേ നിലവിൽ അൽ ഹിലാലിനോട് നോ പറഞ്ഞിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഡ്രമാറ്റിക്കലായിട്ട് സംഭവിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. അപ്പം വിക്ടർ റോക്കിനെയും നമുക്ക് നെയ്മറുടെ ആ ഒരു റോളിൽ, അതായത് നെയ്മറുടെ പൊസിഷനിൽ കളിച്ചുകൊണ്ടെന്നല്ല, ടീമിനെ തോളിലേറ്റി കൊണ്ടുപോകുന്ന ഒരു താരമെന്ന നിലയിലേക്ക് നമുക്കിപ്പോൾ കാണാൻ വയ്യ. പിന്നെ ഗബ്രിയൽ മെക്ക്, അദ്ദേഹത്തെ ഇപ്പോൾ ചെൽസി സ്വന്തമാക്കി കഴിഞ്ഞു. ചെറിയ പ്രായമാണ് അദ്ദേഹത്തിനുള്ളത് എന്ന കാര്യം മറക്കുന്നില്ല. വളരെ കുഞ്ഞു പ്രായത്തിലാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പൊസിഷനിലുള്ള അദ്ദേഹത്തിൻ്റെ മികവ് 16 വയസ്സേ ഉള്ളൂ. അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചെൽസി താരത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. എന്താവും അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാം. എന്നാൽ നെയ്മറുടെ രൂപത്തിൽ, നെയ്മറുടെ കളിശൈലിയോട് ഏറ്റവും യോജിച്ച് നിൽക്കുന്ന, അടുത്ത് നിൽക്കുന്ന താരം എന്ന വിശേഷണവുമായി വളർന്നു വരുന്ന ഒരാൾ കൂടിയുണ്ട്. അത് എസ്റ്റവായോ വില്യനാണ്. മെസ്സിഞ്ഞോ എന്ന് നേരത്തെ വിളിപ്പേരുണ്ടായിരുന്നു, അതാണ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേര്. പക്ഷേ മെസ്സിഞ്ഞോ എന്നതിനേക്കാൾ അദ്ദേഹം നെയ്മറുടെ ശൈലിയോട് ഇണങ്ങി കളിക്കുന്നയാളാണ്. ഏതാണ്ട് അതേപോലെ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ പ്രായമേ ഉള്ളൂ. ഇനി 17 വയസ്സാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത്. ചെൽസിയാണ് അദ്ദേഹത്തെ ഇപ്പോൾ സൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ സീനിയർ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ചെൽസിയിലേക്ക് എത്തുമ്പോൾ എന്താകും അദ്ദേഹത്തിൻ്റെ പ്രകടനം, അവിടെ അറിയാം ഈ പറയുന്ന ഹൈപ്പിനനുസരിച്ചുള്ള പെർഫോമൻസ് അദ്ദേഹത്തിന് എടുക്കാൻ പറ്റുമോ, നെയ്മർക്കൊരു പിൻഗാമിയായി മാറുമോ എന്നുള്ളത്. റെയ്നിയർ ജീസസിനെ കുറിച്ച് ഇത്തരത്തിലൊക്കെയല്ലേ നമ്മൾ കേട്ടിരുന്നത്. എന്നിട്ട് പിന്നീട് എന്തായി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ബ്രസീലിയൻ ക്ലബിൽ നിന്ന്, ഫ്ലെമിംഗോയിൽ നിന്ന് വളർന്നു വന്ന താരം റയൽ മാഡ്രിഡിലേക്ക് 2020 ചേക്കേറി. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് റെയ്നിയർ ജീസസ്. ആ ഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്നത് വിനിയാണെങ്കിലും റോഡ്രിഗോയാണെങ്കിലും പാർശ്വഭാഗങ്ങളിൽ കളിക്കുന്ന, വിങ്ങിൽ കളിക്കുന്ന താരങ്ങളാണ്. ബ്രസീലിന് സെൻട്രലിലൂടെ കളിമനയാൻ കെൽപ്പുള്ള താരത്തെ വേണം, അതിനുള്ള ഉത്തരമായിരിക്കും റെയ്നിയർ ജീസസ് എന്നൊക്കെയാണ്. 22 വയസ്സാണ് ഇപ്പോൾ റെയ്നിയറിനുള്ളത്. പക്ഷേ ആ ആദ്യ കാലഘട്ടങ്ങളിലെ ഹൈപ്പിനൊത്ത പ്രകടനം അദ്ദേഹത്തിന് നടത്താൻ പറ്റിയില്ല. റയൽ മാഡ്രിഡ് കാസിയയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ ലോണിൽ ഡോട്ട്മുണ്ടിലേക്ക്, ബൊറൂസിയ ഡോട്ട്മുണ്ടിലേക്ക് പോയി. പിന്നെ ലോണിൽ ജിറോണയിലേക്ക് പോയി. പിന്നെ ഫ്രോസിനോണിലേക്ക് അദ്ദേഹം ലോണിൽ പോയി. ഇങ്ങനെയൊക്കെ പോയും വന്നും കൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ആ മികവിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബ്രസീലിൻ്റെ ഏജ് ഗ്രൂപ്പ് ടീമുകളിലൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു 2021 ശേഷം. അവിടെയും അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കുക. ചുരുക്കത്തിൽ ഇങ്ങനെ ഒരുപാട് താരങ്ങളെ നെയ്മറുടെ പിൻഗാമിയായി കണ്ട് ചെറിയ പ്രായത്തിൽ വാഴ്ത്തപ്പെട്ടിട്ടുണ്ട്. അവരാരും നെയ്മറോളം പോകുന്നൊരു താരമായിട്ട് വളരുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എസ്റ്റവായോ വില്യൻ്റെ കാര്യം എന്താകും എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണണം. എങ്കിലും നെയ്മർക്കൊരു പകരക്കാരനെ തേടിയുള്ള, ഒരു പിൻഗാമിയെ തേടിയുള്ള ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ആ ഒരു മുന്നോട്ട് പോക്ക്, ആ ഒരു പ്രയാണം ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. നെയ്മർ അപ്പോഴും പ്രതിഭാധാരാളിത്യം കൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. പരിക്ക് തളർത്തിയില്ലെങ്കിൽ അടുത്ത വേൾഡ് കപ്പിൽ നെയ്മറുടെ മായാജാലം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിപ്പാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് എത്താം.